കുട്ടികൾ പോകാത്ത രീതിയിൽ ഒരു സുരക്ഷാ വലയം ഉണ്ടാക്കിയിട്ടില്ല. അവിടെ ലൈഫ് ഗാർഡിൻ്റെ സേവനം, ഒരു സെക്യൂരിറ്റി സേവനം ഒന്നും അവിടെ തന്നെയില്ല. 2020 2020 പ്രസിഡന്റിനോട് അവിടെ ചോദിച്ചു, ഈ പാർക്ക് ഇവിടെ ലൈസൻസ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ അവർക്ക് ഈ സംഭവം അറിയില്ല എന്നാണ് പറയുന്നത്. അവരാണ് ഇത് ഉദ്ഘാടനം ചെയ്തത്. അവർക്ക് അറിയില്ല എന്ന് പറഞ്ഞാൽ അതെന്താ ന്യായം? എനിക്ക് പിന്നിൽ കാണുന്ന ഈ ലയൺസ് ജംഗിൾ പാർക്കിലാണ് കഴിഞ്ഞ ദിവസം 5 വയസ്സുകാരൻ മുഹമ്മദ് ആദം മുങ്ങി മരിക്കുന്ന സാഹചര്യമുണ്ടായത്. ഇന്നലെ പഞ്ചായത്ത് സെക്രട്ടറി നേരിട്ടെത്തി ഈ പാർക്കിന് സ്റ്റോപ്പ് മെമ്മോ നൽകി. പക്ഷേ ഇത്രയും നാൾ ഒരു ലൈസൻസ് പോലുമില്ലാതെ ഈ പാർക്ക് പ്രവർത്തിച്ചിട്ടും എന്തുകൊണ്ടാണ് ഈ പാർക്കിനെതിരെ ഒരു നടപടിയും സ്വീകരിക്കാതിരുന്നത് എന്ന ചോദ്യമാണ് ഇപ്പോൾ ഉയർന്നു വന്നുകൊണ്ടിരിക്കുന്നത്. ഇന്നലെ DYFI ഈ പാർക്കിലേക്ക് മാർച്ച് നടത്തിയിരുന്നു. ഇന്ന് CPIM കോൺഗ്രസും എല്ലാം ഈ പാർക്കിനെതിരെയും അതുപോലെ പഞ്ചായത്ത് ഭരണസമിതിക്കെതിരെയും വലിയ പ്രതിഷേധം ഉയർത്തുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഏതായാലും പഞ്ചായത്ത് ഭരണസമിതി 2020 ആണ് കിഴക്കമ്പലം പഞ്ചായത്ത് ഭരിക്കുന്നത്. ഈ 2020 ഭരിക്കുന്ന കിഴക്കമ്പലം പഞ്ചായത്തിൻ്റെ ഭരണസമിതിയുമായി വലിയ ബന്ധമുള്ള ആളുകളാണ് ഈ പാർക്ക് നടത്തുന്നത് എന്നാണ് ഇപ്പോൾ ഉയരുന്ന ആക്ഷേപം. ഇവിടെ ഒരു നാട്ടുകാരൻ നമുക്കൊപ്പം ചേരുന്നുണ്ട്. ചേട്ടാ, എന്താണ് പേര്? ബിനീഷ്. ഈ പാർക്കിനകത്ത് കയറിയിട്ടുണ്ട്. ഈ പാർക്കിനകത്ത് എങ്ങനെയാണ് കാര്യങ്ങൾ? കുട്ടികൾക്കുള്ള റൈഡുകളൊക്കെയാണ് ഒരുക്കിയിട്ടുള്ളത്. അവർക്കുള്ള സുരക്ഷാ മാനദണ്ഡങ്ങളൊക്കെ ഇവിടെ പാലിച്ചിട്ടുണ്ടോ? ഒരു സുരക്ഷാ മാനദണ്ഡം ഇവിടെ പാലിച്ചിട്ടില്ല. അവിടെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് അവിടെ വലിയ കുഴി താത്തി അയാൾ എന്തോ ഒരു അവിടെ പാടം നികത്തുന്ന രീതിയിലാണ് എനിക്ക് കാണാൻ കഴിഞ്ഞത്. ആ മണ്ണെടുത്ത് അവിടെ പാടം നികത്തിയേക്കാണ്, അനധികൃതമായ പാടം നികത്തിയേക്കാണ്. അപ്പോൾ അവിടെ ആ കുട്ടികൾ പോകാത്ത രീതിയിൽ ഒരു സുരക്ഷാ വലയം ഉണ്ടാക്കിയിട്ടില്ല. അവിടെ ലൈഫ് ഗാർഡിൻ്റെ സേവനം, ഒരു സെക്യൂരിറ്റി സേവനം ഒന്നും അവിടെ തന്നെയില്ല. ഒരു സുരക്ഷ അവിടെ തന്നെ ഇല്ല എന്ന് തന്നെ പറയാം. ഈ 2020 ആണ് കിഴക്കമ്പലം പഞ്ചായത്ത് ഭരിക്കുന്നത്. ഈ പാർക്കിന് ലൈസൻസ് ഇല്ല എന്നറിഞ്ഞിട്ടും ഒരു നടപടികളും ഇതുവരെ സ്വീകരിച്ചിട്ടില്ല എന്ന ആക്ഷേപം ഉയർന്നു വരുന്നുണ്ട്. അത് ശരിയാണോ? തീർച്ചയായിട്ടും ശരിയാണ്. 2020 ആണ് 2020 പ്രസിഡന്റിനോട് അവിടെ ചോദിച്ചു, ഈ പാർക്ക് ഇവിടെ ലൈസൻസ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ അവർക്ക് ഈ സംഭവം അറിയില്ല എന്നാണ് പറയുന്നത്. അവരാണ് ഇത് ഉദ്ഘാടനം ചെയ്തത്. അവർക്ക് അറിയില്ല എന്ന് പറഞ്ഞാൽ അതെന്താ ന്യായം? പഞ്ചായത്ത് പ്രസിഡന്റാണോ ഈ പാർക്ക് ഉദ്ഘാടനം ചെയ്ത്? പഞ്ചായത്ത് പ്രസിഡന്റാണ്, മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് ഇത് പാർക്ക് ഉദ്ഘാടനം ചെയ്ത്. പിന്നെ അവർക്ക് അറിയുന്നതെന്ന് പറഞ്ഞാൽ അത് ന്യായമുള്ളത്. അപ്പോൾ ഈ പാർക്കിൻ്റെ ഉടമസ്ഥർ ലയൺസ് ക്ലബ്ബാണ് ഇത് നടത്തുന്ന എന്നാണ് പറയുന്നത്. പക്ഷേ ഇത് 2 സ്വകാര്യ വ്യക്തികളുടെ പാർക്കാണ് എന്ന ആരോപണം ഉയരുന്നുണ്ട്. അത് എങ്ങനെയാണ്? ഈ പാർക്കിൻ്റെ ഉടമസ്ഥർ യഥാർത്ഥത്തിൽ ആരാണ്? പാർക്കിൻ്റെ ഉടമസ്ഥന് യഥാർത്ഥത്തിൽ വർഗീസ് എന്ന ആളും വേറൊരാളെന്നാണ് എനിക്കറിയാൻ കഴിഞ്ഞത്. ഇവർ 2020 അടുത്ത ബന്ധമുള്ള ആളാണ്. തീർച്ചയായും അതുതന്നെയാണ്. 2020 വലിയ ബന്ധമുള്ള ആളുകളാണ് ഈ പാർക്കിൻ്റെ ഉടമസ്ഥർ. അതുകൊണ്ട് തന്നെയാണ് ഭരണസമിതി, പഞ്ചായത്ത് ഭരണസമിതി ഒരു നടപടിയും ഇതുവരെ സ്വീകരിക്കാതിരുന്നത് എന്നാണ് നാട്ടുകാർ ആരോപണമായി ഉന്നയിക്കുന്നത്. ഏതായാലും വലിയ പ്രതിഷേധം ഈ വിഷയത്തിൽ ഉയർന്നു വരികയാണ്. ഇന്ന് കൂടുതൽ പ്രതികരണങ്ങൾ ഈ വിഷയത്തിൽ ഉണ്ടാകും എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. കൊച്ചിയിൽ നിന്നും വീഡിയോ ജേർണലിസ്റ്റ് റിജോയിനൊപ്പം റിപ്പോർട്ടർ റാംഷാ CP ഇൻ റിപ്പോർട്ടർ, കൊച്ചി.